ഹായ് ഗൈസ്, ഇന്ന് അത് തന്നെ ഷൂട്ടിംഗ് നടക്കാൻ വലിയൊരു കാരണമുണ്ട്. കാരണം ഇന്നത്തെ എപ്പിസോഡ് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു എപ്പിസോഡാണ്. കാരണം നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് ഒരു സൂപ്പർ നേക്കഡ് ബൈക്ക് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ആ വണ്ടി ഇവിടെ എത്തും. അപ്പോൾ നമുക്കതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. എല്ലാവർക്കും അപ്പോൾ ചാനലിലേക്ക് ഒന്നുകൂടി സ്വാഗതം. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യണം വണ്ടി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രയംഫിൻ്റെ സ്ട്രീറ്റ് 765 Moto 2 എഡിഷനാണ്. ഇത് ലോകമെമ്പാടും 1530 പീസസ് മാത്രമേ ഉള്ളൂ. ഇതിൽ 765 റേസിംഗ് യെല്ലോ കളറിലും ബാക്കി 765 ക്രിസ്റ്റൽ വൈറ്റ് കളറിലുമാണുള്ളത്. ഈ റേസിംഗ് യെല്ലോ എന്ന് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ 765 അതിലൊരൊറ്റ പീസ് ഇന്ത്യയിലുണ്ട്. അത് നമ്മുടെ തൃശ്ശൂരാണ് ഡെലിവറി ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൻ്റെ തന്നെയാണ് അത്. അപ്പോൾ അവന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ വെയിറ്റ് ചെയ്യണത്. അപ്പോൾ അവൻ വരട്ടെ, ബാക്കി ഞാൻ കാണിച്ചു. ഇതാണ് ബൈക്ക്. ഗൈസ്, ഇതാണ് അപ്പോൾ ട്രയംഫിൻ്റെ സ്ട്രീറ്റ് മോട്ടോ 2 ബൈക്ക്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് തന്നെ വന്നിട്ട് ഇതിൻ്റെ ഹെഡ്ലൈറ്റ് ആണ് ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ള ഹെഡ്ലൈറ്റാണ്. ആരെയും ശരിക്കും നോക്കി പോകും. ആക്ച്വലി ഇത് ഫോട്ടോയിൽ കാണുന്നതിനേക്കാളും കുറച്ചുകൂടി ഭംഗി നേരിട്ട് കാണുമ്പോൾ തന്നെയാണ്. പിന്നെ ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇവിടെ കുറേ കാർബൺ ഫൈബറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ പിരേലിയുടെ സൂപ്പർ കോഴ്സ ടയേഴ്സാണ് ഇതിന് വന്നിരിക്കുന്നത്. പിന്നെ ബ്രംബോൻ്റെ സ്റ്റൈലുമ ഡിസ്ക് ബ്രേക്സ് ആണ് ഇതിന് വന്നിരിക്കുന്നത്. വേറെ പിന്നെ ഇവിടെ എല്ലായിടത്തും നോക്കുമ്പോൾ നമുക്ക് കുറേ കാർബൺ ഫൈബേഴ്സും കുറേ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇവിടെ വരുമ്പോൾ ഓഹ്ലിൻസിൻ്റെ സസ്പെൻഷൻ ഉണ്ട്. പക്ഷേ ആക്ച്വലി ഇത് കൺവേർട്ട് ചെയ്തിട്ട് ഷോ സസ്പെൻഷനിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഓണർ. ഇവിടെയൊക്കെ വരുമ്പോൾ ഇതൊരു 3 സിലിണ്ടർ 765cc ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് ഇതിൽ വന്നിരിക്കുന്നത്. ബാക്കിലേക്ക് വരുമ്പോൾ ഇവിടെ ബ്രംബോൻ്റെ ഡിസ്ക് ബ്രേക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ് വന്നതാണത്. ഫ്രണ്ടിലത്തെ പോലെ സ്റ്റൈലിമ ഡിസ്ക് ബ്രേക്സും ബാക്കിൽ പിറേലിയുടെ സൂപ്പർ കോസ ടയറും ഒക്കെ വന്നിട്ടുണ്ട്. ഓഹ്ലിൻസിൻ്റെ സസ്പെൻഷൻ ബാക്കിൽ വന്നിട്ടുണ്ട്. ഫ്രണ്ടിൽ മാത്രമേ കൺവേർട്ട് ചെയ്തിട്ടുള്ളൂ അതിൻ്റെ ഓണർ. ഇവിടെ മോട്ടോ 2 എന്ന് പറഞ്ഞിട്ടുള്ള എഡിഷൻ്റെ ബാഡ്ജിങ്ങും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അടിയിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ മഡ് ഗാർഡിൻ്റെ അവിടെയൊക്കെ ട്രയംഫ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. നല്ലൊരു രസമുള്ള ഒരു ബൈക്ക് തന്നെയാണ് ആക്ച്വലി. ഇതാണ് ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ട്. ശരിക്കും നേരത്തെ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു, അതോടെയും കേൾപ്പിക്കാൻ പോകുമ്പോൾ. നമുക്കിനി ഈ വണ്ടിയുടെ എക്സോസ്റ്റ് നോട്ട് ഞാൻ ഒന്ന് കേൾപ്പിച്ചു തരാം. ആ 3 സിലിണ്ടർ ശബ്ദം കേൾപ്പിച്ചു തരാം ഇതിലെ. ബാക്കിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ചെറുതായിട്ട് നമ്മുടെ ഡ്യൂക്കിൻ്റെ ഒക്കെ ഒരു ചായ തോന്നുന്നുണ്ട് ഈ വണ്ടിക്ക്. ബാക്കിൽ നമുക്ക് വേണമെങ്കിൽ സീറ്റ് വെക്കാം. പക്ഷേ ഇവിടെ ഒരു കൗളാണ് നമുക്കിപ്പോൾ തൽക്കാലം ഇപ്പോൾ വെച്ചിരിക്കുന്നത് ഈ വണ്ടിയിൽ. ഇതൊരു റേസിംഗ് യെല്ലോ കളറാണ് ഈ വണ്ടി വന്നിരിക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞു 765 റേസിംഗ് യെല്ലോ കളറിലും ബാക്കി 765 ക്രിസ്റ്റൽ വൈറ്റ് കളറിലാണ്. അതിൽ ഈ റേസിംഗ് യെല്ലോ കാണാൻ നല്ല ഭംഗിയാണ് ആക്ച്വലി. ഈ ബൈക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോ ഞാൻ എടുത്തെടുത്ത് പറയുകയാണ്, ഫോട്ടോനേക്കാളും കൂടുതൽ നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ് ഈ ബൈക്ക്. ആരെങ്കിലും ഒന്ന് നോക്കിപ്പോയി. ഞാൻ ആക്ച്വലി ഈ ബൈക്കിൻ്റെ ഫാനായത് ഏത് സിനിമയിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റയാൻ റെനോൾസ് മറ്റേ ഒരു സിനിമയുണ്ടല്ലോ, ഹിറ്റ്മാൻസ് ബോഡി ഗാർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമയിൽ റയാൻ റെനോൾസ് ഒരു സീനിൽ ഈ ബൈക്കും കൊണ്ട് ഒരു ബ്ലാക്ക് ബൈക്കും കൊണ്ട് ഇങ്ങനെ വരുന്നുണ്ട് ഈ ട്രയംഫ് സ്ട്രീറ്റ് തന്നെ. ഞാൻ അതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബൈക്ക് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടത് ശരിക്കും അപ്പോഴാണ്. അതുവരെയുള്ളതൊക്കെ സമയത്ത് നേരിട്ട് കണ്ടിട്ടുണ്ടെങ്കിലും ആ ഒരു സിനിമയിൽ ആ ബൈക്ക് അയാൾ ഓടിച്ചു വരുന്നത് കണ്ട് ഭയങ്കര എനിക്ക് ഇഷ്ടമായി. എന്താണെന്നറിയില്ല, അത് പ്രത്യേക ഇഷ്ടം എനിക്ക് തോന്നുന്നു. അങ്ങനെയാണ് ശരിക്കും ഞാൻ പറഞ്ഞത് ഈ ബൈക്കിൻ്റെ ശരിക്കും ഫാനായിട്ട്. പിന്നെ അപ്പോൾ ഒന്നുകൂടി നേരിട്ട് കണ്ടപ്പോൾ ഞാൻ ഒന്നുകൂടി നല്ല എനിക്ക് ഈ ബൈക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. ഒന്നുകൂടി ഈ കളറ് കണ്ടപ്പോൾ. ഗൈസ്, ഇതാണ് ഈ വണ്ടിയുടെ കീ. ഇത്രയും വലിയ 129.98 എന്ന് പറഞ്ഞാലും 130 bhp പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വലിയൊരു വണ്ടിയുടെ കീ ആണിത്. അതായത് 17 ലക്ഷം രൂപയുടെ ഒരു ബൈക്കിൻ്റെ ഒരു കീ ആണിത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ കീ തന്നെയാണ് ആക്ച്വലി. വലിയ കീ എന്ന് മീൻസ് ഇതുകൊണ്ട് പലതും, അതായത് 130 കുതിരകൾ ഈ കീയിലാണ് സ്റ്റാർട്ട് ആവണേന്നുള്ള കാര്യം ആലോചിക്കുമ്പോഴാണ് ഞാൻ ആക്ച്വലി ഇതാവണത്. ഞാൻ ഈ വണ്ടി ഒന്ന് ഓൺ ചെയ്ത് കാണിച്ചു തരാം. ട്രയംഫിൻ്റെ ലോഗോ ഒക്കെ വന്നിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് സ്ട്രീറ്റ് ട്രിപ്പിൾ എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഇതിൽ 8.35 കിലോമീറ്ററാണ് ഇപ്പോൾ മൈലേജ് കറൻ്റ്ലി ഇപ്പോൾ കിട്ടണത്. റൈഡർ മോഡ് വരുന്നുണ്ട്, റെയിൻ മോഡ്, റോഡ് മോഡ്, അതുപോലെ സ്പോർട്ട് മോഡ്, ട്രാക്ക് മോഡ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ വണ്ടിയിൽ
മോഡായിട്ട് വരുന്നത്. ട്രാക്ക് മോഡ് എന്ന് പറയുമ്പോൾ എല്ലാം അടിപൊളി തന്നെയായിരിക്കും. വണ്ടിയുടെ ഫുൾ പവർ ട്രാക്ക് മോഡിൽ എന്തായാലും ഉണ്ടാവും. റൈഡർ മോഡ് ശരിക്കും നമുക്ക് കുറച്ചുകൂടി കൺഫിഗർ ചെയ്യാൻ പറ്റും. റൈഡറിനെ എന്താണോ സൗകര്യം അതുപോലെ അനുസരിച്ചിട്ട് തന്നെ റൈഡർ മോഡിൽ നമുക്ക് കൺഫിഗർ ചെയ്തിട്ട് വണ്ടി ഓടിക്കാവുന്നതാണ്. പിന്നെ റെയിൻ മോഡാണുള്ളത്. റെയിൻ മോഡിൽ കുറച്ചുകൂടി സ്റ്റേബിൾ ആയിരിക്കും വണ്ടി. പിന്നെ റോഡ് മോഡിൽ ഉണ്ടാകുമ്പോൾ ഈ പറഞ്ഞ പോലെ കുറച്ചും കൂടി നന്നായിരിക്കും. സ്പോർട്ട് മോഡ് ആകുമ്പോൾ കുറച്ചുകൂടി വണ്ടി അഗ്രസീവ് ആവും. ട്രാക്ക് മോഡ് ആകുമ്പോൾ കംപ്ലീറ്റ് ABSും കാര്യങ്ങളെല്ലാം ഇലക്ട്രോണിക്സും ഓഫാവും. പിന്നെ അതുപോലെ തന്നെ വണ്ടി പക്ക റേസിംഗ് കണ്ടീഷനിലായിരിക്കും ആ സമയത്ത് വണ്ടി ഉണ്ടാവുക. ഇത് നമുക്ക് DRL വരുന്നുണ്ട്. ഇത് ഫുൾ ടൈം കത്തി നിൽക്കും നമ്മൾ വണ്ടി ഓൺ ചെയ്യുമ്പോൾ. മിറേഴ്സൊക്കെ നല്ല രസമായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും വില കൂടിയ വണ്ടിയും ഇരിക്കാൻ പോണത്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു 17 ലക്ഷം രൂപയുടെ ബൈക്കും ഇരിക്കാൻ പോണത്. അപ്പോൾ ഞാൻ ഇരിക്കുകയാണ്. സത്യമായിട്ട് ആദ്യമായിട്ട് ഇരിക്കണോണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ദൈവം തന്നൊരു ചാൻസാണ്. ആക്ച്വലി ഇങ്ങനെ ഇരിക്കാനെങ്കിലും ഭാഗ്യം ഉണ്ടായല്ലോ എന്നുള്ള കാര്യം ഞാൻ അത്ര തന്നെ ആലോചിക്കുന്നുള്ളൂ. 17 ലക്ഷം രൂപയുടെ വണ്ടിയാണ്. അതായത് 130 കുതിരയുടെ മുകളിലാണ് ഞാൻ ഇരിക്കുന്നത്. അത്രയും ഹോഴ്സ് പവറുള്ള വണ്ടിയാണ് ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത്. ആക്ച്വലി ഒന്നും പറയാനില്ല. ആക്ച്വലി ഇതിപ്പോൾ ഇങ്ങനെ ഇരുന്നാലും എനിക്ക് അത്യാവശ്യം ഫ്ലാറ്റ് ഫുട്ട് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. കാല് രണ്ട് ശരിക്ക് അടിയിൽ തന്നെ എത്തുന്നുണ്ട്. പിന്നെ എടുത്ത് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫുള്ളി അഡ്ജസ്റ്റബിൾ സസ്പെൻഷനാണ് ഈ വണ്ടിക്ക് വന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ വെയിറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ട്രയംഫിൻ്റെ സ്പീഡ് 400ൻ്റെ സെയിം വെയിറ്റ് തന്നെയാണ്. 150 കിലോഗ്രാമാണ് ഈ വണ്ടിയുടെ വെയിറ്റ് വരുന്നത്. പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 400 cc ബൈക്കിൻ്റെ അതേ വെയിറ്റ് തന്നെയാണ് ഈ വണ്ടിക്കും വരുന്നത്. അത്രയേ ഉള്ളൂ. അതായത് ഇത് ആക്ച്വലി ഒരു 765 cc വണ്ടിയാണ്. അപ്പോൾ അത്രയ്ക്കുള്ള വെയിറ്റാണ് ഈ വണ്ടിക്ക് വരുന്നുള്ളൂ. അതാണ് മെയിനായിട്ട് ഞാനിവിടെ അത് പറയണത്. കാര്യം ഈ പറഞ്ഞ പോലെ ഇതൊരു സൂപ്പർ ബൈക്കൊക്കെയാണ്. പക്ഷേ ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് ഈ വണ്ടികളുടെയൊക്കെ ഹോൺ എന്തായിരിക്കും. നമ്മളെപ്പോഴും റോട്ടിൽ കൂടെ ഒക്കെ പോകുമ്പോൾ ആക്ച്വലി ഇതിൻ്റെ ശബ്ദം കേട്ടിട്ടാണ് നോക്കുക. എപ്പോഴും ഇതിൻ്റെ ഹോണൊന്നും കേട്ടിട്ട് നമ്മൾ നോക്കില്ല. അപ്പോൾ ഇതിൻ്റെ ഹോൺ എങ്ങനത്തെയാണെന്ന് നമുക്ക് നോക്കാം. ആക്ച്വലി ഒരു KTM ഡ്യൂക്കിൻ്റെ ഒക്കെ ഒരു ഹോൺ പോലെയാണ് എനിക്ക് തോന്നിയത്. എന്നാലും കൊള്ളാം. അപ്പോൾ നമുക്ക് ഈ ബൈക്കൊന്ന് ഓടിച്ചു നോക്കാം. അപ്പോൾ എന്നിട്ട് ഞാൻ കുറച്ചും കൂടി വണ്ടിയെക്കുറിച്ച് പറയാം. അത് ബൈക്കാട്ടോ നല്ല രസം അത് ഓടിക്കുക. എൻ്റെ ആക്ച്വലി നല്ല സ്മൂത്താണ്. ശരിക്കും നമുക്ക് നല്ല രസമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു സൂപ്പർ ബൈക്ക് ഓടിക്കുന്നത് ജീവിതത്തിലായിട്ട്. പക്ഷേ അതിൻ്റെ എക്സ്പീരിയൻസ് ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ആക്ച്വലി എനിക്കിപ്പോൾ ഈ സൂപ്പർ ബൈക്ക് കുറച്ചും കൂടി നന്നായി ഇഷ്ടപ്പെട്ടു ശരിക്കും പറഞ്ഞാൽ. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 17 ലക്ഷം രൂപയാണ്. അപ്പോൾ ആക്ച്വലി ഒരു ഞാൻ ആദ്യമായിട്ടൊരു സൂപ്പർ ബൈക്ക് ഓടിക്കുന്നതെന്നാണ് തോന്നുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ആക്ച്വലി സൂപ്പർ ബൈക്ക് ഓടിക്കുമ്പോൾ കിട്ടണമെന്ന് എനിക്ക് നന്നായി മനസ്സിലായിട്ടുണ്ട്. എന്തെങ്കിലും ഒരു ഡ്രീമായിപ്പോയി ആക്ച്വലി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. എത്രത്തോളം നന്നായിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. ആദ്യമായിട്ടാണ് ഒരു സൂപ്പർ ബൈക്ക് കിട്ടിയിട്ട് എനിക്ക് റിവ്യൂ കിട്ടിയത്. അപ്പോൾ ഇതിൽ കുറേ പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ അതൊക്കെ നിങ്ങൾ ക്ഷമിക്കണം. നിങ്ങൾ എനിക്ക് ചാൻസ് തരണം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. പിന്നെ ഇതിൻ്റെ ഓണറോട് സ്പെഷ്യൽ താങ്ക്സ് പറയണം. ഒരു മിനിറ്റ് ഞാൻ ഓണറിനെ കാണിച്ചു തരാം. ആക്ച്വലി ഈ വണ്ടിയുടെ ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് 240 കിലോമീറ്റേഴ്സോളം ഈ വണ്ടി പോകും. ഇതാണ് ഇതിൻ്റെ ഓണർ എന്ന് പറയുന്നത്. ഇത് കെവിൻ എന്നാണ് പേര്. ഇവൻ ആക്ച്വലി എൻ്റെ ഫ്രണ്ട് തന്നെയാണ്. നമ്മൾ കുറേ ദിവസമായി ഇങ്ങനെ പ്ലാൻ ചെയ്യണോ. ഇവൻ ബൈക്ക് എടുത്ത സമയത്തോട്ട് ഞാൻ ചോദിക്കുന്നുണ്ടായിരുന്ന. പക്ഷെ അവൻ അന്ന് തന്നെ പറഞ്ഞു ആടാ നീ എപ്പോൾ വേണമെങ്കിൽ വിളിച്ചോ കുഴപ്പമില്ല. പക്ഷെ മഴ കാരണം നമുക്ക് എത്ര സമയം കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് എപ്പോൾ നോക്കിയാൽ കാലത്ത് മഴയുണ്ടോ ഷൂട്ട് ചെയ്യാനുള്ള സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഓണറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ
നീ എന്തുകൊണ്ടാണ് ഈ ബൈക്ക് ചൂസ് ചെയ്യാൻ കാരണം? ഈ സെഗ്മെന്റ്സിൽ തന്നെ കുറേ വണ്ടികളുണ്ട്. ഇപ്പോൾ വേറെ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഡുക്കാട്ടിയുടെ സ്ട്രീറ്റ് ഫൈറ്റർ ഉണ്ട്, കവാസാക്കിയുടെ C900 ഇതൊക്കെ ഉണ്ട്. നീ ഇത് ചൂസ് ചെയ്യാനുള്ള മെയിൻ കാരണം എന്താ? ഡുക്കാട്ടിനെ വെച്ച് നോക്കുമ്പോൾ ഇത് കമ്പാരിസൺ ചെയ്യാൻ ഡുക്കാട്ടി നല്ല വണ്ടിയാണ്, പക്ഷേ സർവീസും കാര്യങ്ങളൊക്കെ നമുക്ക് അഫോർഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഡുക്കാട്ടിയുടെ കുറച്ചുകൂടി എക്സ്പെൻസീവ് ആവുന്നു. ഭയങ്കര എക്സ്പെൻസീവ്. അപ്പോൾ അതിന് കാരണമാണ് ഡുക്കാട്ടി ഒഴിവാക്കി. കവാസാക്കി ഓവർ റേറ്റഡ് ആണെന്നാണ് എൻ്റെ ഒരു ഇതിൽ. കവാസാക്കിനെക്കാട്ടി കവാസാക്കിനെക്കാട്ടി പവറും എല്ലാം കൊണ്ടും ഇത് തന്നെയാണ് മുന്നിൽ. അതൊരു ഇൻലൈൻ 4 എന്ന് പറഞ്ഞാലും 900cc എന്ന് പറഞ്ഞാലും അതിനൊക്കെ സുഖസുന്ദരമായിട്ട് ഇത് അലക്കി വിടുകയും വണ്ടി. അപ്പോൾ ഇത് ഫസ്റ്റ് സർവീസ് തന്നെ കഴിഞ്ഞു അല്ലേ? ഫസ്റ്റ് സർവീസ് ചെയ്തിട്ട് 8000 ബില്ല് വന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി സൂപ്പർ ബൈക്ക് ഓൺ ചെയ്യുമ്പോൾ കുറച്ചും കൂടി അഫോർഡബിൾ ആണെന്ന് തോന്നുന്നു അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞു ഇതിൻ്റെ ടയേഴ്സ് വന്നിട്ട് പിറേലിയുടെ ടയേഴ്സാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പിറേലിയുടെ ടയേഴ്സ് എന്ന് പറയുമ്പോൾ നല്ല പെർഫോമൻസും കിട്ടും, അതേപോലെ നല്ല പൈസ ആയിരിക്കും. അപ്പോൾ പിറേലിയുടെ ടയേഴ്സിനൊക്കെ എത്ര വരും? ഇതിപ്പോൾ മാറ്റുകയാണെങ്കിൽ ഫ്രണ്ടും ബാക്കും മാറ്റുകയാണെങ്കിൽ ഏകദേശം ഒരു 50K അടുത്ത് വരും. പിന്നെ ടയർ ലൈഫ് എന്ന് പറയുന്നത് ഭയങ്കര കുറവാണ്. 8,000 കിലോമീറ്റർ, 10,000 മാക്സിമം. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ണുമാണ്, അതേപോലെ അപ്പുറത്തെ ചിലവുണ്ട്. ആക്ച്വലി എല്ലാ സൂപ്പർ ബൈക്കിലുള്ള പോലെ തന്നെ ഒക്ടേൻ 95 തന്നെ ഇതിൽ ഫ്യൂവലായിട്ട് യൂസ് ചെയ്യുന്നത്. സാധാ പെട്രോളൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെയാണ്. ഒക്ടേൻ 95 ആകുമ്പോൾ കുറച്ചും കൂടി പ്യുവർ ആയിട്ടുള്ള പെട്രോളാണ്. വണ്ടിയുടെ അത്യാവശ്യം നല്ല പെർഫോമൻസും ഒക്ടേൻ 95. ഇവിടെ 2 ഓട്ടോ നമുക്ക് കാണാം. ഇത് ശരിക്കും പറഞ്ഞ ഒരു എയർ ഇൻടേക്ക് ആണ് ഇതിൽ. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഹെഡ് ലൈറ്റിൽ തന്നെ ഇവിടെ തന്നെ ഒരു എയർ ഇൻടേക്ക് വന്നിട്ടുണ്ട്. പിന്നെ വേറെ ഇവിടുത്തെ കൺട്രോൾസും കാര്യങ്ങളും ഞാൻ പറഞ്ഞില്ല. അതായതൊക്കെ ഈ വണ്ടി ശരിക്കും പറഞ്ഞാൽ കണ്ടപ്പോൾ തന്നെ എൻ്റെ കിളി പോയി. അതുകൊണ്ട് എന്തൊക്കെ പറയണമെന്ന് തന്നെ എനിക്ക് അറിയേണ്ടിയിരുന്നില്ല. ഇവിടെ പാസിംഗ് ലൈറ്റ് ഉണ്ട്, ഡിമ്മ്, ബ്രൈറ്റ്, ബാക്കി മൂഡ് മാറ്റാനുള്ളത്, ഇൻഡിക്കേറ്റർ, ഹോണ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാനും ഹസാർഡ് ലൈറ്റ്സും പിന്നെ അതുപോലെ തന്നെ ഡിസ്പ്ലേക്കുള്ള കൺട്രോൾസും ഇവിടെ വരുന്നുണ്ട്. ഹോം ബട്ടണും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ബ്രേക്ക് ഫ്ലൂയിഡും കാര്യങ്ങളും വന്നിട്ടുണ്ട്. ഇതിൽ ഒപ്റ്റിമൈസ്ഡ് കോർണറിങ് ABS അതുപോലെ തന്നെ ഒപ്റ്റിമൈസ്ഡ് ട്രാക്ഷൻ കൺട്രോൾ വന്നിട്ടുണ്ട്. പിന്നെ എടുത്ത് പറയുന്നത് ഫ്രണ്ട് വീലിൻ്റെ ലിഫ്റ്റ് കൺട്രോൾ ഫംഗ്ഷനാണ്. പിന്നെ ഇതിൽ ക്വിക്ക് ഷിഫ്റ്റർ വന്നിട്ടുണ്ട്. ക്ലച്ച് പിടിക്കാണ്ട് തന്നെ ഗിയർ അപ്പ് ചെയ്യാനും ഡൗൺ ചെയ്യാനും പറ്റും. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഒരു എയർ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ. ഞാൻ പക്ക ഒരു പെർഫോമൻസ് ബൈക്ക് തന്നെയാണ്. ഇത് ഓടിക്കാൻ നല്ല രസമാണ് ആക്ച്വലി. ഞാൻ ഇതിനു മുമ്പ് ഞാൻ കോണ്ടിനെൻ്റൽ 650 ഓടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഏകദേശം അതിൻ്റെ ഒരു ഫീലും പിന്നെ അതുപോലെ തന്നെ ഈ ശബ്ദവും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നല്ലൊരു രസം ഉണ്ടായിരുന്നു ഓടിക്കാൻ. ബ്രേക്കിങ്ങും കാര്യങ്ങളൊക്കെ അടിപൊളി തന്നെയാണ്. അപ്പോൾ ഈ വീഡിയോ ഇങ്ങനെ സെറ്റാക്കാൻ കെവിനോട് ഞാൻ വളരെയധികം താങ്ക് യു പറയണു. കാരണം സത്യമായിട്ടും പറയുകയാണെങ്കിൽ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു സൂപ്പർ ബൈക്ക് റിവ്യൂ ചെയ്യണതും ഓടിക്കണതും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും നിൻ്റെ അടുത്ത് വളരെയധികം താങ്ക് യു. ഞാൻ ഭയങ്കര അധികം കടപ്പെട്ടിരിക്കണം ആക്ച്വലി. നല്ലൊരു തുടക്കമാവട്ടെ. അതെ, നല്ലൊരു തുടക്കമാവട്ടെ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എൻ്റെ കുറച്ച് തെറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, നിങ്ങൾ ക്ഷമിക്കുക. അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഞാനത് ഇൻക്ലൂഡ് ചെയ്യാം. നീ എവിടെ നിന്നാണ് വന്ന മരഭൂതമേ?